ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ ആ ഭാഗം കാണിക്കുക. ആ ഭാഗമാണ് കേൾപ്പിച്ചത്. അടുത്ത ഭാഗം വന്നപ്പോഴത്തേക്ക് താങ്കൾ ഇടപെട്ടതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി ഈ താങ്കൾ പറഞ്ഞ പോർഷൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം ശ്രദ്ധയോടെ കേൾക്കും. ഒരു സെക്കൻഡ്, ഞാൻ അങ്ങോട്ട് തർക്കിക്കാനല്ല, ആർക്കെങ്കിലും കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അങ്ങോട്ട് തർക്കിക്കാൻ വേണ്ടിയല്ല. ഒരു സെക്കൻഡ് കേൾക്കും, ഞാൻ ആ ബൈറ്റ് കേൾപ്പിക്കാം. ശരി, ഇനി ഞാൻ അല്ല, അത് ഒന്നുകൂടി കേൾപ്പിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ ആ ബൈറ്റ് കേൾപ്പിക്കൂ, അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാം. ശരി, ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ ബൈറ്റ് ഉണ്ട്, അതിൽ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ശ്രദ്ധയോടെ കേൾക്കൂ, ഒന്ന് ശ്രദ്ധയോടെ കേൾക്കൂ. നിങ്ങൾ പറഞ്ഞോളൂ. डर नहीं फैला सकता, हिंदू हिंसा नहीं फैला सकता, हिंदू नफरत नहीं फैला सकता, और बीजेपी 24 घंटा नफरत हिंसा नफरत हिंसा नफरत हिंसा. കേട്ടോ ശ്രീ ഗോപാലകൃഷ്ണൻ, ഇതല്ല ആ ബൈറ്റ് നിങ്ങളിപ്പോ പറഞ്ഞുള്ളത്. ഇതല്ല ബൈറ്റ്, ആ ബൈറ്റ് ഇതല്ല. നിങ്ങൾ ഇപ്പോഴും തെറ്റായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ ആ ബൈറ്റ് ഉണ്ടെന്ന്, ആ ബൈറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതായത് ബഹുമാനപ്പെട്ട നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ ബൈറ്റ് നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ ഇല്ലയോ? ഇവിടെ ഇന്ത്യയുടെ ഭാരതീയ പിന്നെ 24 hours ഒക്കെ പറഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി ഇടപെട്ടത്. എടുക്കാൻ പറയാം. ഇപ്പോ ഈ പറയുന്ന ഭാഗത്തിന്റെ PCR ഈ പറയുന്ന ഭാഗത്തിന്റെ പൂർണ്ണരൂപം ഇനി ഗോപാലകൃഷ്ണൻ എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഈ നരേന്ദ്രമോദി ഇടപെട്ട് സംഗതി മുഴുവനായി പറയുന്നത് വരെയുള്ള മുഴുവൻ ഭാഗം, ഇതിപ്പോ ചെറിയതാണല്ലോ, കേട്ടാ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി മുഴുവൻ ഭാഗം കേൾപ്പിക്കാൻ പോരെ. വേണ്ടാന്ന് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആണ് ശ്രീ ഗോപാലകൃഷ്ണൻ. നമ്മള് വിദ്യാഭ്യാസമുള്ള മലയാളികളോടല്ലേ ഈ സംസാരിക്കുന്നത്. എന്റെ കയ്യിലുണ്ട് അതെ, ഞാൻ നിങ്ങളോട് ഒരൊറ്റ സിമ്പിൾ കാര്യം ചോദിച്ചോളൂ. മിസ്റ്റർ നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിച്ചോളൂ. ആ കാര്യത്തിന് ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ വരി അദ്ദേഹം പറഞ്ഞു. ഒരു വാചകം മാത്രം അടർത്തിയെടുത്ത് ഒരു വാചകം മാത്രം അടർത്തിയെടുത്ത് ഹിന്ദുക്കളെയാണ് പറഞ്ഞതെന്ന് സ്ഥാപിക്കുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത്. താങ്കൾ പറഞ്ഞ വരി അതിൽ പറഞ്ഞു. മുമ്പാണ് പറഞ്ഞത് ഹിന്ദു എന്താണെന്ന്. ഒരു മിനിറ്റ്. ആ വരിയാണ് രാഹുൽ ഗാന്ധിയുടെ തുടക്കം. ആ സമയത്ത് അവിടെ ബഹളമുണ്ടായ സമയത്ത് അദ്ദേഹം അത് മാറ്റി പറഞ്ഞു. ആ മാറ്റി പറഞ്ഞതാണ് താങ്കൾ കാണിക്കുന്നത്. അപ്പോ ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയുകയാണ്. എനിക്കൊരു ക്ലാരിറ്റി കുറവുമില്ല. ഈ വരി നിങ്ങൾ കാണിക്കാത്തത് ചോദ്യത്തില് നോക്കൂ. രാഹുൽ ഗാന്ധി ഒരു പ്രശ്നമുള്ളത് എന്താ അറിയോ ശ്രീ ഗോപാലകൃഷ്ണൻ? സൻസദ് ടിവി ഈ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് മുഴുവനായിട്ടുണ്ട്. ഈ ആളുകൾക്ക് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത് മുഴുവനായിട്ട് കേട്ടൂടെ? അതിലെന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണെന്ന് രാഹുൽ ഗാന്ധിക്കും അറിയാം, കേട്ട ആളുകൾക്കും അറിയാം. ഓക്കെ, എന്തായാലും താങ്കളുടെ തർക്കം അതാണല്ലോ. ഞാൻ അതിന്റെ ബാക്കി താങ്കൾ പറഞ്ഞ ആ വാചകം കൂടി ഉൾക്കൊള്ളിക്കുന്ന ബൈറ്റ് കേൾപ്പിക്കാം. അതിനു മുൻപ് ശ്രീ കെ പി നൗഷാദ് അലി ഒരു സെക്കൻഡ്. അല്ല, നമുക്ക് അതും കൂടി കേട്ടിട്ട് ഞാൻ പറയേണ്ടത് പറയട്ടെ. നിങ്ങൾ ചോദിച്ചാൽ പറയണ്ടേ? അല്ല, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. അതാണ് നിങ്ങൾ നൗഷാദ് അലി അടുത്തേക്ക് പോകണം. എങ്ങനെ? ശരി, പറയൂ. എന്റെ ചോദ്യം വളരെ ക്ലിയർ ആണ്. ഹിന്ദു സമൂഹത്തെ അക്രമകാരികൾ എന്ന് അദ്ദേഹം വിളിച്ചു. ഇല്ല, ഹിന്ദുക്കൾ എന്ന് പേര് പറഞ്ഞ് നടക്കുന്നവർ അക്രമിക. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ എന്താ വെച്ചാൽ പറഞ്ഞോ, എനിക്ക് വിരോധമില്ല. ഞാൻ പറയട്ടെ, ഞാൻ പറയാൻ അനുവദിക്കേ. ഹിന്ദുക്കൾ എന്നു പേര് പറഞ്ഞ് നടക്കുന്നവർ അക്രമികാരികളാണ് എന്ന് വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞത് വാസ്തവത്തിൽ ഏറ്റവും വലിയ നന്ദികേടാണ്, ഏറ്റവും വലിയ തെറ്റാണ്, ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സഭാ ചട്ടം അദ്ദേഹം ലംഘിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് 10 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ വരുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു പക്വമതിയായ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ശബ്ദമായിരുന്നു ഈ പാർലമെന്റിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. അപക്വമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. സഭാചട്ടം 439 പാർട്ട് 16 അദ്ദേഹം ലംഘിച്ചു. അതെന്താ ലംഘിച്ചെന്നുള്ളത് അഭിലാഷ് മോഹനോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അറിയില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ പറഞ്ഞു തരാം. അതാണ് രണ്ടാമത്തെ പോയിന്റ്.
അല്ല ഒരു മിനിറ്റ്, മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾക്കെല്ലാം നിസ്സാരമാവും, പാർലമെന്റിന് നിസ്സാരമല്ല, സ്പീക്കർക്ക് നിസ്സാരമല്ല. മൂന്നാമത്തെ പോയിന്റ് ശുദ്ധ കള്ളത്തരം വിളിച്ചു പറഞ്ഞു. ശുദ്ധ കള്ളത്തരം. അതെന്താ? ഈ അഗ്നിവീർ വിൽ നോട്ട് ഗെറ്റ് എനി എമൗണ്ട്. ഞാൻ പഞ്ചാബിൽ പോയി, ഒരു കുട്ടിയെ കണ്ടു, ഒരു വീട്ടിൽ കണ്ടു, സിനിമാ നടൻ, സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പയ്യൻ. ആ പയ്യൻ ഈ അഗ്നിവീരിൽ മരണപ്പെട്ടു. ഒന്നും കൊടുത്തില്ല അവനെ ഒന്നുമായിട്ട് കണ്ടില്ല. അവനെ നായാ പൈസ കിട്ടിയില്ല. ഞാനതിന് ഇംഗ്ലീഷ് പരിഭാഷയും ഹിന്ദിയും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ എത്ര മാറ്റി പറഞ്ഞാലും മാറില്ല. പഞ്ചാബിലൊരു വീട്ടിൽ ഞാൻ പോയി, ഞാൻ കണ്ടു. അപ്പോൾ അത് പറഞ്ഞ ഉടനെ രാജ്നാഥ് സിംഗ് എഴുന്നേറ്റ് വന്നു. ശുദ്ധ കളവാണ്. നാളെ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി ആവശ്യപ്പെടാൻ പോവുക. നാളെ പാർലമെൻറ്റിൽ സഭ സമ്മേളിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ശുദ്ധ അസംബന്ധം, ശുദ്ധ കള്ളത്തരം നാളെ വെളിയിൽ വരാൻ പോവുക. ഉടനെ രാജ്നാഥ് സിംഗ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, 1 കോടി രൂപയാണ് ഗവൺമെൻറ് കൊടുത്തത്. 1 കോടി. കളവായ കാര്യങ്ങളാണ് പറഞ്ഞത്. ദെൻ മൂന്നാമത്തത് അദ്ദേഹം പറഞ്ഞു, ശിവന്റെ ശൂലം പുറയിലാണ്. എന്താ, ശിവന് പുറഞ്ഞൊറിയാൻ വേണ്ടിയാണോ പുറയിൽ വെച്ചതെന്ന് എനിക്കറിയില്ല. ശിവന്റെ ശൂലം പുറയിലാണ്. ശിവന്റെ അഭയമുദ്രയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ചിഹ്നം. ഇതൊരു പ്രതിപക്ഷ നേതാവ് ശിവന്റെ അഭയചിഹ്നമാണ് ഞങ്ങളുടെ ചിഹ്നമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ പറയുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സ്വന്തം ഒരു മതത്തെ ഇത്രയും കാലം മതത്തെ എതിർത്ത, മതത്തെ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തരുതെന്ന് പറഞ്ഞവര്, മതവുമായി ബന്ധമില്ലെന്ന് പറഞ്ഞവര്, മതേതരത്വം പറഞ്ഞവര്, അവര് പറയാണ് ശിവന്റെ അഭയമുദ്രയാണ് ഞങ്ങളുടെ ചിഹ്നം. ശ്രീ ഗോപാൽ, രാമനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. രാമൻ ജനിച്ചിട്ടില്ല. രാമൻ ജനിച്ചിട്ടില്ല പരമശിവൻ ആളുകൾ സംസാരിക്കുന്നു. ഇപ്പോ രാമൻ ജനിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞവര്, പിന്നെ മഹാവീരൻ, ജീസസ് ക്രൈസ്റ്റ്, എല്ലാ ദൈവങ്ങളെയും അദ്ദേഹം ഇൻവോക്ക് ചെയ്തു. പരമശിവനെ മാത്രമല്ല, ഗുരുനാനാക്ക്, മഹാവീരൻ, ശ്രീബുദ്ധൻ, പിന്നെ ജീസസ് ക്രൈസ്റ്റ്, ഇസ്ലാമിക, അതായത് അവര് ഇങ്ങനെ പ്രേ ചെയ്യാൻ വേണ്ടി, ദുആ ചെയ്യാൻ വേണ്ടി കൈവക്കുന്നത്, ഇതെല്ലാത്തിന്റെയും ഫോട്ടോ കാണിച്ചു. ശിവന്റെ കാര്യം മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കത് ഡിബേറ്റ് ചെയ്യാം. ഇനി ശിവനെ ഒക്കെ അങ്ങനെ പാർലമെന്റ്, ശിവനെയും മറ്റുള്ളവരെയൊക്കെ ശരിയാണോ അല്ലയോ നമുക്ക് ചർച്ച ചെയ്യാം. ശിവന്റെ ഗുരുനാനാക്കിൻ അല്ല നിങ്ങൾ പറഞ്ഞല്ലോ, ഗുരുനാനാക്കിന്റെ ഏതെങ്കിലും ചിഹ്നമാണ് ഞങ്ങളുടെ ചിഹ്നം എന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞു രാഹുൽ ഗാന്ധി. അഭയമുദ്ര എല്ലാവരുടെയും കാര്യവും പറഞ്ഞു. എല്ലാം കൈയാണ്. ഗുരുനാനാക്ക് കൈ. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇതൊക്കെ പറയാം നിങ്ങൾക്കല്ലേ? ഗുരുനാനാക്കിനെ കൈ, ഗുരുനാനാക്ക് കൈ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്ന ചിത്രമാണ് കാണിച്ചത്. എല്ലാവരുടെയും അഭയമുദ്രയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ എന്താ ഇതൊന്നും വക്രീകരിക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യാൻ പറ്റും. തെറ്റാണെന്നാ ഞാൻ പറഞ്ഞത്. ഒന്ന് യൂട്യൂബിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് കേൾക്കാൻ പറ്റുമോ? ഇതൊക്കെ വക്രീകരിച്ച് മതത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ മത നേതാക്കളുടെയും പടം അവിടെ അദ്ദേഹം പൊക്കി കാണിച്ചു. ഇതൊക്കെ അഭയമുദ്രയാണെന്ന് പറഞ്ഞു. ഗംഭീരമായിരിക്കാം. അല്ല, താങ്കൾക്ക് അത് ഗംഭീരമായിരിക്കാം. ഞാൻ ഗംഭീരമാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ലല്ലോ. പരമശിവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ശരി, ഓക്കെ. നമ്മൾ തമ്മിൽ തർക്കിച്ചു ഒരുപാട് സമയം. 7:52. രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം അപക്വമായി. ശരി, അപക്വമായി എന്നുള്ളതാണ് BJP യുടെ വിലയിരുത്തൽ.